ഡൽഹി പോയിട്ട് സേഫ് ലാൻഡിംഗ് ആയിരുന്നു. സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സീറ്റിൽ പാർട്ടിയിലൊന്നും സേഫ് ലാൻഡിങ്ങിലാണല്ലോ ഞാൻ. സ്ഥാനാർത്ഥിത്വം എനിക്ക് ലഭ്യമാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ കണ്ടില്ല. എനിക്ക് പെരുമ്പാവൂർ ജയിക്കാൻ പറ്റും. പാർട്ടി എന്നെ പരിഗണിക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പെരുമ്പാവൂരിലെ ആളുകളുടെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അവർക്കും ഒരു ഇടമുണ്ട്. തീർച്ചയായിട്ടും ഡൽഹിക്ക് പോയി ഈ കാര്യം ഞാൻ കൃത്യമായി ധരിപ്പിച്ചു. എനിക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു. അല്ല, വളരെ ഉറപ്പ് എന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പലർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അവർ എന്നെ പരിഗണിക്കുന്നുണ്ട്. ഞാൻ ഇന്നോട്ടല്ല, 1 വർഷം മുൻപേ പ്രചരണം ആരംഭിച്ചതാണ്. ഞാൻ എൻ്റെ ഗ്രാമയാത്രയിലൂടെ ഭവന സമ്പൽ പരിപാടി നടത്തിയിട്ടുണ്ട്. ഏകദേശം 15,000 ഭവനങ്ങൾ സന്ദർശിച്ചു. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. വെറുതെ കയറി നടക്കുകയല്ല ചെയ്ത്, ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് കഴിഞ്ഞ 1 വർഷമായി 117 ദിവസം ഞാൻ നടന്നിട്ടുണ്ട്. എനിക്ക് മണ്ഡലത്തിൽ എൻ്റെ പെരുമ്പാവൂരിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരാൾക്ക് എന്തിനാണ് ഇത്ര നേരിട്ട് പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത്? എവിടെയാണ് അവിടെ ഒരു അടിയൊഴുക്കുണ്ടായത്? ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല വീടൊക്കെ ആയിരിക്കും, ഭംഗിയായിരിക്കും. പക്ഷെ മല ഇടിഞ്ഞ് വരുന്ന എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കൂലേ? അത്തരം ഒരു വലിയൊരു ഉരുള് പൊട്ടി എൻ്റെ പിറകെ വന്നത് ഞാൻ കണ്ടില്ല. ഉരുൾപൊട്ടൽ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സേഫാണ്. എന്തോ എൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ മാത്രമേ കണ്ണുകളുള്ളൂ. പ്രതിസന്ധി കാരണം ആരാണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു പ്രതിസന്ധി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വം എന്നെ കൈവിടാതെ സൂക്ഷിക്കും. അല്ല, സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വരട്ടെ, അന്തരം പ്രതികരിക്കാം. അതൊക്കെ നിസ്സാര ജോലികളല്ലേ ഉള്ളൂ. സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേരുണ്ടാകണമെന്നാണ് പെരുമ്പാവൂരിലെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താണെന്നുള്ള അന്തരം പറയാം. ഇല്ല, ഫ്ലൈറ്റിൽ ഞാൻ എപ്പോൾ കയറിയാലും അപ്പോൾ തന്നെ ഫ്ലൈറ്റ് മോഡിലേക്കാകും. ഇറങ്ങിയുണ്ട്. ഇപ്പം ആ മൂഡ് മാറിയിട്ടുണ്ട്. മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2020 അവിടെ രക്ഷയില്ല. അവർക്കൊന്നും ഓട്ടുമില്ല, രക്ഷയുമില്ല. സ്ഥാനാർത്ഥി പാവം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത്. അല്ല, അയാൾ DC സെക്രട്ടറി അല്ല, ഇപ്പോൾ മുൻ DC സെക്രട്ടറി ആയിരുന്നു. എന്നെ ആർക്കും സമീപിക്കാൻ പറ്റില്ല. ഞാൻ കോൺഗ്രസ് ആണ്. പല ഓഫറുകൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും. അതെല്ലാം നിരസിച്ചിട്ടുണ്ട്. സീറ്റ് ഇല്ലെങ്കിലും കോൺഗ്രസിനൊപ്പമാണ്. സീറ്റ് ഇല്ലാതെ വന്നിട്ടില്ലല്ലോ. ഞാൻ എന്നും കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആവാനായിട്ട് എന്നും തുടരും. എന്തോ ഞാൻ മുഴുവൻ കോൺഗ്രസ് അല്ലേ. എന്തോ പാർട്ടി എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു അത് ഞാൻ ഭംഗിയായി നിർവഹിക്കും. ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. എനിക്ക് എന്നിൽ നല്ല വിശ്വാസമാണ്. എനിക്ക് തന്നിൽ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വിശ്വാസം. പിന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ പോസിറ്റീവായിട്ട് എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാനാണെന്ന് ഉറപ്പാണ്. പെരുമ്പാവൂരിൽ മത്സരിക്കുമോ എന്ന കാര്യം പാർട്ടി തീരുമാനിക്കും. പാർട്ടി എനിക്ക് സീറ്റ് തരും എന്ന ബോധ്യം എനിക്കുണ്ട്. എൻ്റെ അവിടുത്തെ ജനങ്ങൾ എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് ജയിക്കാനും പറ്റും. ഈ പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് താങ്കൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉറപ്പിക്കാൻ പറ്റിയെന്നത് കൃത്യമായിട്ട് താങ്കൾ പറയുന്നത്. അല്ല, ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഉറക്കുമെങ്കിൽ എല്ലാവരും ഡൽഹിക്ക് പോയി പോരെ. ഒരു മണ്ഡലത്തിൽ 10-12 പേര് ഡൽഹിയിലുണ്ട്. എല്ലാവർക്കും ഉറക്കി, ഒരാൾക്കല്ലേ ഉറക്കിയുള്ളൂ. ഈ പരിഗണനയുള്ള വേറൊരു ആളുടെ ഇതിന് വേണ്ടിയിട്ട് സഭാ നേതൃത്വം ശക്തമായി ഇടപെട്ടു എന്നുള്ളൊരു ഇത് കൂടി കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ഇതിന് സഭകളൊന്നും അങ്ങനെ പരസ്യമായി ഇടപെടാറില്ല. നമ്മൾ ആര് എന്നാലും സഭ സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ ഏത് സഭയിൽ ചെന്നാലും ആ സഭയിൽ ആൾ എന്നെ അനുഗ്രഹിക്കില്ലേ, വേറെ ആൾ ചെന്നാലും അനുഗ്രഹിക്കില്ലേ.
ഇവിടെ സഭാ നേതൃത്വത്തിൽ ഏത് സഭ ജാതി മതം ഏതായാലും അവിടെ ചെന്നാലും അവരെല്ലാം നല്ല വർത്തമാനം പറയും. അവരൊക്കെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ. അവർക്ക് ഏതെങ്കിലും പാട്ട് ജയിക്കണമെന്നോ ആരെങ്കിലും ജയിക്കണമെന്നൊന്നും പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല പേരുകളാണ്, നല്ല പേരുകളാണ്. നല്ല സ്ഥാനാർത്ഥികളാണ്. അല്ല, ഞാൻ മറ്റൊരാളെക്കുറിച്ച് ഞാൻ മോശമായിട്ട് ഒന്നും പറയില്ലല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വോട്ട് ചെയ്താൽ, ഭൂരിപക്ഷം പേര് വോട്ട് ചെയ്താൽ, രണ്ടാമത് തന്നെ ആളേക്കാൾ ഒരു വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ജയിക്കും. ഈ രണ്ട് പേരുകൾ മണ്ഡലത്തിൽ ജയസാധ്യതയുള്ള പേരുകളാണ്. അത് എനിക്കറിയില്ല, അത് നിങ്ങൾ മണ്ഡലത്തിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വം ആ രീതിയിലാണ് പരിഗണിക്കുന്നത്. അല്ല, കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള ആളെ ആയിരിക്കുമല്ലോ. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം വരട്ടെ. ആ തീരുമാനം എന്തായാലും ഞാൻ എൻ്റെ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ, എന്നെ സ്നേഹിക്കുന്നവർ, അവിടുത്തെ ഭാരവാഹികൾ, മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങൾ, KPCC മെമ്പർ, അതോടൊപ്പം തന്നെ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ, 2 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ, അവരെല്ലാവരും ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഞാൻ കണ്ടില്ല. അങ്ങക്ക് വേണ്ടി ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ അങ്ങ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ വലിയ തെറ്റുണ്ടോ? അല്ല, വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അതൊന്നും. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാവിധ ഇത്തരം കാര്യങ്ങൾക്കും ഞാൻ ഉത്തരവാദിയല്ല. അതിനെയൊക്കെ എങ്ങനെ കാണുന്നത്? അതിനെയൊക്കെ നമ്മൾ കാണുന്നത് നേരെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും കാണുന്നത്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എന്തായിരിക്കും ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക്, പ്രത്യേകിച്ച് സിറ്റിംഗ് MLA വരെ മത്സരിക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്ക് മാത്രം, അല്ലെങ്കിൽ പെരുമ്പാവൂർ മണ്ഡലത്തിന് മാത്രം എന്താണ് ഇത്ര വലിയൊരു ക്രൈസിസ് എന്ന് നിങ്ങളെങ്ങനെ അസസ് ചെയ്യുന്നത്? അത്തരം ചില സന്ദർഭങ്ങൾ ഇവിടെ ഒന്ന് മറുപടി പറഞ്ഞിട്ട് ഇത് പിന്നിൽ നിൽക്കുന്നവർക്ക് ഞാൻ മറുപടി, എൻ്റെ ശ്രദ്ധ മുഴുവൻ പിന്നിലേക്ക്. അല്ല, എനിക്ക് എപ്പോഴും ഗ്രീൻ സിഗ്നലുണ്ട്. പ്രചരണമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. ഞാൻ എൻ്റെ സമയം നല്ലതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് അതായത് പണ്ട് പറയുന്നില്ലേ, ഈ മാറ്റിവെക്കുന്ന കല്ല് മൂലക്കല്ലായി മാറുന്നു, തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലായി മാറുന്നില്ലേ, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. തള്ളിക്കളഞ്ഞാൽ മൂലക്കല്ലായിട്ട് വരും. തള്ളിക്കളയാൻ സാധ്യതയില്ല, മൂലക്കല്ലായി വരാനും സാധ്യതയുണ്ട്. താങ്കളുടെ ശ്രദ്ധ ഇപ്പൊ പിന്നിലാന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പിന്നിൽ നിന്ന് ആരെങ്കിലും കുത്തുന്നുണ്ടോ? നിലവിൽ നോക്കണം. വലിയ കുഴപ്പക്കാരല്ല പിന്നിൽ. പത്രക്കാരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ടും പിന്നിൽ നിന്ന് പല ഉത്തരവ് ഉണ്ടായിട്ടാണല്ലോ ഇപ്പൊ ഡൽഹിയിലേക്ക് പോയത്. അതെ. അപ്പോൾ അതെങ്ങനെയാണ്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. അപ്പോൾ ഹൈക്കമാൻഡ് എൻ്റെ പേര് മാത്രം മാറ്റിവെച്ചു. എനിക്കുള്ള സമാനമായ ആരോപണങ്ങളുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ മുൻപും ഇപ്പോഴും ഉണ്ട്. ഞാനിതിൽ യഥാർത്ഥത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. ഞാനത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഉത്തരവ് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും നൽകിയിട്ടുണ്ട്. സെഷൻസ് കോടതിയിൽ കേസ് വന്നപ്പോൾ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഞാൻ സെഷൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തു. എൻ്റെ ട്രയൽ പെട്ടെന്നാക്കി തന്നെ, എൻ്റെ വാദം പെട്ടെന്ന് കേൾക്കണം, ഇലക്ഷൻ മുമ്പേ തീർക്കണം, ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി അംഗീകരിച്ചു. അംഗീകരിച്ചതിന് ശേഷം ഞാൻ A1, A2, A3 വേറെ വക്കീലാണ്. അവർ ആ കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അവർക്ക് 1 മാസം 1.5 മാസം സമയമെടുത്തു. ആ സമയം എടുത്തപ്പോഴേക്കും അവിടെ ജഡ്ജി മാറിപ്പോയി. ജഡ്ജി 1 മാസം മാറാം, ജഡ്ജി കേസ് കേട്ടില്ല. പിന്നീടാണ് ആ ഡിസ്ചാർജ് പെറ്റീഷൻ വന്ന് ആ ഡിസ്ചാർജിന് തള്ളിയപ്പോൾ അവർ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോയിരിക്കുകയാണ്. അതാണ് സംഭവം. ആ സമയത്താണ് 26 കേസ് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞാൽ 26 എൻ്റെ വിധി പറയുന്നു എന്നല്ല അർത്ഥം. ഓരോ കേസും ഓരോ ഡേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. പറയട്ടെ ഇത് 26 പരിഗണിക്കുന്നു പറഞ്ഞാൽ 26 എന്നെ കുറ്റക്കാരനായി വിധിച്ച് കോടതി അയക്കുന്നത്. എൻ്റെ കുറ്റപത്രം പോലും കുറ്റപത്രം വായിക്കുന്ന മുമ്പിൽ ചാർജ് ഫ്രെയിമിംഗ് ആണ് ഇരിക്കുന്നത്. സമാന ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ മുന്നണിക്കകത്ത് മത്സരിക്കുന്നുണ്ട്. എനിക്കെന്താണ് ഈ കാര്യത്തിൽ അയോഗ്യത എന്നുള്ളത് പാർട്ടി പറയേണ്ട ഒരു കാര്യമാണ്.
അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് AICC പ്രസിഡന്റ് കയ്യിലാണ് ഫയല്. അവർ ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ പ്രഖ്യാപിക്കട്ടെ, അന്നേരം പ്രതികരിക്കാം. അല്ല, കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പീസും ഇല്ലല്ലോ, ഗ്രൂപ്പീസും ഇല്ല. എന്നോട് അനീതി എന്ന് പറയുന്നത് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ലേ? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പറയാവുന്ന കാര്യമല്ലേ? അങ്ങനെ ലോകത്ത് നീതിയുമുണ്ട്, അനീതിയുമുണ്ട്, സത്യവുമുണ്ട്, അസത്യവുമുണ്ട്. ലോകത്ത് ദൈവവുമുണ്ട്, പിന്നെന്തുള്ള പിശാചുമുണ്ട് എന്ന് പറഞ്ഞ് പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. എന്നോട് നല്ല ചോദ്യം ചോദിക്കുന്നവരുണ്ട്, എന്നോട് മോശപ്പെട്ട ചോദ്യം ചോദിക്കുന്നവരുണ്ട്, എന്നെ നന്നായി കാണുന്നവരുണ്ട്, എന്നെ മോശക്കാരനായി കാണുന്നവരുണ്ട്. ഈ സമൂഹത്തിൽ എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്, പാർട്ടിയിൽ വിശ്വാസമുണ്ട്, പത്രക്കാരിൽ വിശ്വാസമുണ്ട്, എല്ലാവരിലും വിശ്വാസമുണ്ട്. ഞാൻ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. സീറ്റ് കിട്ടുമെന്ന് 101% എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.